നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ്, അതായത് നാളെ നടക്കാനിരിക്കുന്നതിന് പകരം ഇന്നേക്കാക്കി പ്രീപോൺ ചെയ്തിട്ടുള്ള വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊമോ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ എത്ര പേര് പ്രൊമോ കണ്ടു എന്നുള്ള അറിയില്ല. പ്രൊമോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ലൈവായിട്ട് ഡയറക്റ്റ് കാണണം എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഏഷ്യാനെറ്റിൻ്റെ ചാനലിൽ പോയി കണ്ടിട്ട് വരിക. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യുക, ഫോണിൽ ഇങ്ങനെ പിടിക്കാനേ പറ്റുള്ളൂ. പക്ഷേ അതിനെക്കുറിച്ച് കുറച്ച് അഭിപ്രായങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ലാലേട്ടൻ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമുക്കും കൂടി പറയാനുള്ള കാര്യങ്ങൾ, അതായത് പ്രേക്ഷകരായ നിങ്ങൾ കാണുന്ന നിങ്ങൾക്കൊക്കെ പറയാനുള്ള കാര്യങ്ങൾ ചോദിക്കലാലേട്ടാ എന്നുള്ളൊരു കണ്ടീഷനിൽ ഇരിക്കുകയാണ് ഒരുവിധം എല്ലാവരും, അല്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന വീക്കെൻഡ് എപ്പിസോഡിനുമാണ്. എനിക്ക് തോന്നുന്നു ഈ വീക്കെൻഡ് കാര്യമായിട്ട് ലൈവ് കാണാതെ റിവ്യൂ ഒക്കെ കണ്ട ആൾക്കാരും ഏറ്റവും കൂടുതൽ ഇത് ചോദിക്കണം അങ്ങനെ ഒരു നീണ്ട പട്ടിക ഉണ്ട് ഇപ്രാവശ്യം. പക്ഷേ എന്ത് നീണ്ട പട്ടിക ഉണ്ടെങ്കിലും ഏറ്റവും ഫസ്റ്റ് പോയിൻ്റായിട്ട് ഇപ്രാവശ്യം ലാലേട്ടൻ വന്നിട്ട് ചോദിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്ന സംഗതിയുടെ പ്രൊമോ തന്നെയാണ് വന്നിട്ടുള്ളത്. യെസ്, അനുമോൾ വേഴ്സസ് ജിസൈൽ എപ്പോഴും മാറും കേട്ടോ. അനുമോൾ വേഴ്സസ് ജിസൈൽ, ആ കിച്ചണിലുണ്ടായിട്ടുള്ള ഫിസിക്കൽ അസോൾട്ട്, അതായത് അനുമോൾ ചുണ്ടിലുള്ള തുടച്ചിട്ടുള്ള ഒരാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് കയറി ചെന്നിട്ടുള്ള ആ ഒരു കാര്യം, അതിന് മറുപടിയായിട്ട് അവിടെ പലരും ഡിസ്കസ് ചെയ്യാത്ത, അത് പലരും തേച്ച് മായ്ച്ച് കളഞ്ഞിട്ടുള്ള സംഭവമാണ്. തിരിച്ച് ജിസൈൽ ഷി ഷുഡ് നോട്ട് ഹാവ് ഡൺ ഇറ്റ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. തിരിച്ചുള്ള ആ ഒരു പുഷ്, ഞാൻ എല്ലാ വീഡിയോ അതിനെക്കുറിച്ച് ചെയ്ത സമയത്ത് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. തിരിച്ച് ജിസൈൽ പുഷ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ഡിഫറെൻറ്റ് സ്റ്റോറി ഓൾ ടുഗെദർ. പക്ഷേ അതല്ല, ഇത് രണ്ടുപേരും ചെയ്തത് കൊണ്ട് രണ്ടുപേർക്കും ശിക്ഷ കിട്ടും എന്നുള്ള രീതിയിലായിട്ടുണ്ട്. അത് ന്യൂട്രലൈസ് ചെയ്താൽ അവരുടെ ഇടയിൽ തന്നെ ഇതായിപ്പോയി. പക്ഷെ എന്നാലും രണ്ടുപേർക്കും ശിക്ഷ കൊടുക്കും എന്നുള്ള രീതിയിലാണ് പ്രോമോ വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം പ്രോമോ പ്ലേ ചെയ്തതിനു ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം. എന്താണ് അനുമോളുടെ ശരിക്കുള്ള പ്രശ്നം? എന്താണ് ജിസൈലിന്റെ പ്രശ്നം? ക്യാപ്റ്റൻ പറയുന്ന കേൾക്കുന്നില്ല. ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ്. നിങ്ങൾ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണോ? ജിസൈല് ലിപ്സ്റ്റിക്കും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെയെങ്കിലും പോയിട്ടിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കും. അനുമോൾ ആരെങ്കിലും ഒരാൾ വന്ന് നിങ്ങളുടെ ചുള്ളിൽ തൊട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ജിസൈൽ അവരെ പുഷ് ചെയ്തിട്ട് അവരെവിടെയെങ്കിലും പോയി വീണിരുന്നെങ്കിൽ എന്നെ മാത്രമാണ് ടാർഗറ്റ് ചെയ്ത്. അത് ഒരു ഗെയിമല്ലേ? രണ്ടുപേർക്കും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്, ഒരു പണിഷ്മെന്റ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രോമോ ഇസ് നോട്ട് എ പ്രോമിസ്. നമ്മളിതിന് മുന്നേ പ്രോമോയിലൊക്കെ പലതും കണ്ടിട്ടുണ്ട്. ഈ സംഗതികളൊന്നും നടന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് എന്താണെന്നുള്ളത് ഉണ്ടാവുമെന്നുള്ള അറിയില്ല. പക്ഷേ ആസ് യൂഷ്വൽ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷ തരുന്ന ഒരു പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത്. എത്ര കൊണ്ടാലും നമ്മൾ പഠിക്കില്ല, അല്ലേ? നമ്മളിങ്ങനെ പിന്നെയും പ്രതീക്ഷിച്ചിരിക്കും. പ്രൊമോയിൽ കണ്ട സംഗതി ഇതുണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷിച്ചിരിക്കും. പക്ഷേ അതിന് വിപരീതമായിട്ട് അല്ലെങ്കിൽ വേറെ ഉള്ള രീതിയിലാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ അവിടെയും ഇവിടെ ഏച്ചുട്ടിയതോ ബാക്കിയുള്ള സംസാരിച്ച കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ സംഗതികളൊക്കെ നമ്മളിതിന് മുന്നേ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ കമൻസിലേക്ക് പോവാം. പക്ഷേ ചോദിച്ചിട്ടുള്ള വളരെ കൃത്യമായ കാര്യം, പ്രൈവറ്റ് സ്പേസിലേക്ക് കടന്നു കയറാൻ പറ്റുമോ? സ്ട്രോങ് ആയി പുഷ് ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നുണ്ടോ? ഈ വക, അതായത് ഒറ്റപ്പെടുത്തുന്നു, എന്നെ ടാർഗറ്റ് ചെയ്യുന്നു, കോർണർ ചെയ്യുന്നു, ഇത് ഒരു ഗെയിമല്ലേ? ഈ വക കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളൊരു പ്രൊമോ. എനിക്കൊന്ന് ഞാൻ കണ്ടതിൽ വെച്ച് ഇപ്രാവശ്യം വളരെ കറക്റ്റ് ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച്. ഇനി ബാക്കിയുള്ള കേസുകൾ എന്തൊക്കെയാണ് വരിക എന്നുള്ള അറിയില്ല. അനുമോൾ സ്ട്രോങ് ആവാൻ ഇതൊക്കെ ഒരു പാഠമാവട്ടെ. ഇത് ഗെയിമാണെന്ന് പറഞ്ഞതിൽ നിന്ന് ഉൾക്കൊള്ളട്ടെ എന്ന് എല്ലാം ആശംസിക്കുന്നു. ജിസൈൽ എന്ത് ചെയ്താലും ഒന്നും പറയില്ല ആരും. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഈ ഷോ കാണുന്നത്. എന്തിനാ? അടുത്ത വരുന്നു. റനയുടെ സംസാരം ശരിയല്ല, അക്ബറിൻ്റെ പെരുമാറ്റം ശരിയല്ല, അവർക്കും കൊടുക്കലാലേട്ടാ. ഞാൻ ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാണ്ടേ. ഓണത്തിൻ്റെ എപ്പിസോഡ് എന്നും പറഞ്ഞ് ആര്യനെ എവിക്റ്റ് ചെയ്യാതെ ഇരിക്കരുത്. പ്രേക്ഷകർക്ക് അവനെ പുറത്ത് കളയാൻ കിട്ടിയ ചാൻസാണ്. വളരെ ട്രൂ. യെസ്, അപ്പോൾ ഇതുപോലുള്ളതാണ്. രണ്ടുപേർക്കും പണിഷ്മെൻറ്റ് ഡോസേജ് ആവശ്യമുണ്ട്. അനുവിന് അനാവശ്യ ടെമ്പർ കളഞ്ഞ് കൂടുതൽ ശ്രദ്ധിക്കാനും ജിസൈലിന് ഇമാതിരി റൂൾ ബ്രേക്കിംഗ് ആൻഡ് ഫൗൾ ആവർത്തിക്കാതെ ഇരിക്കാനുമുള്ള സംഗതിയൊക്കെ വേണം. ഇത് പ്രശ്നം അനുമോളും ജിസൈലും തമ്മിലാണെങ്കിൽ കൂടി ഇതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന വള്ളികളാണ്, അല്ലേ? നമ്മളെ പാവാട വള്ളികൾ, PVs, പാവാട വള്ളി ടീംസാണ് ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ വള്ളിമ തൂങ്ങി നടക്കുന്നത്. എന്തായാലും വെയിറ്റിംഗ് ഫോർ ടുഡേയ്സ് എപ്പിസോഡ്. ഇതാണ്, ഇത്ര മാത്രമേ പറയാനുള്ളൂ. എന്താ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അടുത്ത പ്രൊമോ വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നും കൂടി വരാനുണ്ട്. ആ വീഡിയോ അവിടെ നടക്കുന്ന ഇന്ന് ലൈവിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ, അതും കൂടി ചെയ്യണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യൂ. പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.